ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നാടുകാണിയിലാണ്. അപ്പം ഞങ്ങൾ കട്ടപ്പന വരെ പോണ ഒരു വഴിയാണ്. അപ്പം നമ്മുടെ നാടുകാണിയൊക്കെ ഒന്ന് കണ്ട് ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ട് സെറ്റായിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട് കയറിയ. ഭയങ്കര മഞ്ഞാട്ടോ, ഒന്നും കാണത്തില്ല, താഴത്തേക്കൊന്നും കാണത്തില്ല, നല്ല കട്ട മഞ്ഞ. ഇച്ചിരി മുമ്പ് മഴ പെയ്ത് കഴിഞ്ഞുള്ളൂ. അപ്പം മഞ്ഞൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കാണാം. നോക്കി വെളുത്ത ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടുകാണിയിലേക്ക് കയറാൻ വേണ്ടി ഒരു ചെറിയൊരു പാസ് ഉണ്ട്. ഒരു 25 രൂപ ആൾക്ക് വെച്ചിട്ടുള്ളൊരു പാസ് ഉണ്ട്. പിന്നെ വലിയ സെറ്റപ്പ് എന്ന് പറയാൻ വലിയ പാർക്ക് എന്നുള്ള അങ്ങനെയുള്ളൊരു ഇതില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടോപ്പ് എൻഡ് ആണ്, നല്ലൊരു വ്യൂ, കാഴ്ചകൾ, കാര്യങ്ങൾ. ഇപ്പം മഞ്ഞായതുകൊണ്ട് നമുക്ക് ശരിക്കും കാണത്തില്ല. അതിൻ്റെ താഴത്തേക്ക് വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല അടിപൊളി വേറെ നല്ലൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ പാർക്ക് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം പോയി നശിച്ചു പോയിട്ടുണ്ട് അല്ലേ, ഇതൊക്കെ മൊത്തം പോയിരിക്കുക സംഭവം. അവിടെ പാസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും നടക്കണില്ലാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാനൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. അതായത് നമ്മൾ കട്ടപ്പന ഏരിയയിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു ഇടത്താവളം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇതെല്ലാം കാണാം. അങ്ങോട്ട് മഞ്ഞൊക്കെ മാറി കാഴ്ചകളൊക്കെ നല്ല സെറ്റാകാൻ പാകത്തിനാണ് സെറ്റായിട്ടുണ്ട്. അങ്ങോട്ട് നോക്കാം, മഞ്ഞ് ഇതേ കണ്ടോ, വെള്ളച്ചാട്ടം കണ്ടോ, അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ്. നമ്മുടെ അതിൻ്റെ അകത്തുനിന്ന് നോക്കിയാൽ കാണുമോ എന്നറിയത്തില്ല. എന്തായാലും നല്ലൊരു അല്ലേ, നല്ലൊരു വ്യൂ അല്ലേ, കാണാമോ? അടിപൊളിയാ. എന്ത് നിങ്ങൾക്ക് താഴെ വലിയ ടൗണാ, ഭയങ്കര ടൗണാ താഴെ. നമ്മുടെ മൂലമറ്റം ടൗണും കാര്യങ്ങളെല്ലാം ഇവിടെ കയറി വരുമ്പോൾ കാണാം. ഇത് പവർ ഹൗസിൻ്റെ ഇതാണെന്നുള്ള, അവിടെ പവർ ഹൗസിൻ്റെ ഒക്കെ അവിടെ മഞ്ഞാട്ടോ, മൊത്തം മഞ്ഞ് മാറിയിട്ടില്ല, കുറച്ച് മഞ്ഞങ്ങ് തെളിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മഞ്ഞ് കയറാൻ തുടങ്ങിയിട്ടാ. ഡ്രോൺ പറത്തി നോക്കി, ഒത്തിരി പൊക്കണ്ട ഡ്രോണ്. മേലും മറ്റേ മരത്തിൻ്റെ ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അത്യാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകാൻ പേടി കേട്ടോ. ഡ്രോൺ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റുള്ളതുകൊണ്ടേ ചിലപ്പോൾ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല, അങ്ങ് പോകും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് കാണാം കേട്ടോ, അവിടെയൊക്കെ നന്നായിട്ട് കാണാം. താഴെ അത് പവർ ഹൗസ് തന്നെയാണ് കേട്ടോ. ഇത് മൂലമറ്റം നമ്മുടെ ടൗണാണ് തോന്നുന്നത് കാണാൻ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു കാഴ്ചകളും മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ നാടുകാണിയുടെ പ്രത്യേകത എന്ന് വേണം പറയാനായിട്ട്. നല്ല മഞ്ഞും കാര്യങ്ങളും. എന്നാലും ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആട്ടോ. പക്ഷേ ഈ പാർക്കും കാര്യങ്ങളും കൂടെ ഇച്ചിരി ഒരു നവീകരിച്ച് സെറ്റപ്പ് ആക്കുവാണെങ്കിൽ കുറേ കൂടെ അടിപൊളിയായിരുന്നു. ആ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. അത്യാവശ്യം ഉപയോഗിക്കാന്നേ ഉള്ളൂ. പിള്ളേരൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ തുരുമ്പൊക്കെ എടുത്തിരിക്കുന്ന സാധനം നല്ല സെപ്റ്റിക് ആവുമോ മുറിയോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പണിയാണ്. ഓക്കെ,
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു പുതുപുത്തൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.